വേണ്ട, എണീക്കണ്ട. ഇത്തിരി നേരം കിടന്നോ. സാരമില്ല. നിനക്ക് എണീക്കാൻ പറ്റുമോ? എന്നൊന്ന് പിടിച്ചാ മതി. ആരെങ്കിലും പോയി രത്നമ്മ ടീച്ചറിനോട് വിവരം പറയൂ. ഞാൻ പോവാൻ ടീച്ചറെ. ശോ, വേണ്ട, അമ്മയോട് പറയണ്ട. പിന്നെ പറയാതെ അമ്മ അറിയിക്കണ്ടേ? ആരെങ്കിലും പോയി ഒരു ലെമൺ ജ്യൂസ് വാങ്ങിച്ചുകൊണ്ട് വരുമോ? ഒരു പാക്കറ്റ് ഗ്ലൂക്കോസ് ബിസ്ക്കറ്റും. പൈസ ഞാൻ തരാം. ഒന്നും വേണ്ട സരികെ, വേണ്ട. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി. എന്തു പറ്റിയതാ ജാനകി? ഒന്നുമില്ല. ഞാനിത്തിരി വെള്ളം കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോ തല ചുറ്റണ പോലെ തോന്നി. ഇവിടുന്ന് ചോറ് കൊണ്ടുവന്നില്ല ടീച്ചർ. ഒന്നും കഴിച്ചിട്ടുമില്ല ഉച്ചയ്ക്ക്. അതായിരിക്കും തലചുറ്റലിന് കാരണം. രത്നമ്മ ടീച്ചറോട് പറഞ്ഞു ടീച്ചർ. എന്നിട്ട് രത്നമ്മ ടീച്ചർ അവിടെ? സുഖമില്ലെങ്കിൽ ജാനകിയോട് വീട്ടിൽ പൊക്കൊള്ളാൻ പറഞ്ഞു. ടീച്ചർ ഇങ്ങോട്ട് വരുന്നില്ലേ? ഇല്ലാന്ന് പറഞ്ഞു. ജാനകി തലചുറ്റി വീണെന്ന് പറഞ്ഞിട്ടും വരണില്ലേ? ആ, കഴിക്ക്, ഒരു എനർജി കിട്ടട്ടെ. നീ വല്ലാതിരിക്കുന്നു. എന്തിനാ എല്ലാരും കൂടെ കൂടി നിൽക്കുന്നേ? ക്ലാസ്സിലോട്ട് പോ, എല്ലാരും പോ. ജാനകിയുടെ കൂടെ സരിക മാത്രം നിന്നാ മതി. ജാനകി, ഇത്തിരി ഒരു ആശ്വാസം കിട്ടുമ്പോ വീട്ടിലേക്ക് പൊക്കോ. ആരെങ്കിലും രണ്ടുപേരെയും കൂടെ കൂട്ടിന് വിടാം. ഞാൻ പൊയ്ക്കൊള്ളാം ടീച്ചറെ. ഓ, നീയാണല്ലോ ജാനകിയുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് അല്ലേ? ആ ടീച്ചറെ, ഞാനാ. ജാനകി, ഹോസ്പിറ്റലിലോ മറ്റോ പോകണോ തോന്നുന്നുണ്ടോ? അയ്യോ വേണ്ട. വേണമെങ്കിൽ പറയണം. ഇപ്പൊ എന്റെ ക്ഷീണമൊക്കെ മാറി ടീച്ചറെ. ശരി. നിന്റെ അമ്മ ഭയങ്കര സാധനാണല്ലോടി. നീ തലചുറ്റി വീണെന്ന് അറിഞ്ഞിട്ടും ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ. എന്റെ അമ്മയോ അച്ഛനോ ഒക്കെ ആയിരിക്കണം പാഞ്ഞു വന്നേനെ. അതെന്തൊരമ്മയാ! എത്ര ദുഷ്ടത്തി അമ്മയാണെങ്കിൽ പോലും സ്വന്തം മോള് വീണെന്നറിയുമ്പോ ഒന്ന് കാണാൻ വരില്ലേ? ഹൈസ്കൂൾ ടീച്ചേഴ്സിന് +2കാരുടെ ബിൽഡിങ്ങിലോട്ട് പ്രവേശനം നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ. അമ്മ വരില്ലെന്ന് എനിക്കറിയായിരുന്നു. അതാ ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞത്. അതെന്താ അങ്ങനെ? അതെന്റെ അമ്മയല്ല സരിക. അമ്മയ്ക്ക് എന്നെ കണ്ടൂടാ. എന്നോട് വെറുപ്പാ.